ആ മന്ത്രിക്കാണ് ഉത്തരവാദിത്വം അല്ലേ? ഞാനാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. പീഡബ്ല്യൂ ഞാനാണ് സർക്കാർ. ക്യാബിനറ്റിൻ്റെ ബൈലവല്ലോ അറിയാം. ആ മന്ത്രിയാണ് സർക്കാർ ആ വകുപ്പിൽ. പൊതുമരാമത്ത് വകുപ്പിന്റെ മുൻ മന്ത്രിയും CPIMന്റെ മുൻ നേതാവുമായ G. സുധാകരന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം പറയുന്നത് മറ്റൊന്നുമല്ല, മുൻ UDF സർക്കാരിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ VK ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തത് ഞാനാണ്, ചെയ്യിപ്പിച്ചത് ഞാനാണ് എന്ന്. ഇബ്രാഹിം കുഞ്ഞ് മുസ്ലിം ലീഗിന്റെ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചത് ഞാനാണ് എന്ന് പറയുകയാണ് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ. എന്ന് വെച്ചാൽ 2016-21 പിണറായി സർക്കാരിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ G. സുധാകരൻ. അദ്ദേഹം ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി UDFന്റെ പിന്തുണയോടുകൂടിയാണ് അമ്പലപ്പുഴയിൽ ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് പറയുന്നത് UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ മന്ത്രിയായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യാൻ മുൻകൈയെടുത്തത് ഞാനാണ് എന്ന്. രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാകാൻ സാധ്യതയുള്ള വാക്കുകളാണ് G. സുധാകരൻ്റെത്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലെ ആ ഭാഗം ഒന്നുകൂടി കേൾക്കാം. ഞാൻ പറഞ്ഞത് പാർട്ടിയാണ് അധികാര വ്യാമോഹം. തൻ്റെ വീട്ടിൽ വല്ല കുഴപ്പമുണ്ടായോ? ഞാൻ അധികാരത്തിരുന്നോണ്ട് താൻ നടന്നു വന്ന റോഡൊക്കെ ഞാൻ അധികാരത്തിരുന്നോണ്ടല്ലേ താൻ ഈ വണ്ടി ഓടിച്ചു വരുന്നത്? സർക്കാർ എന്തുവാ? സർക്കാർ എന്ന് പറഞ്ഞാൽ താനും തന്നെ ഭാര്യയുമാണ്. PWD മിനിസ്റ്റർ കാണാൻ ഉത്തരവാദിത്തം, വേറെ ഒരാൾക്ക് ഉത്തരവാദിത്തമില്ല. ഇവിടെ സർക്കാരിനാണ് തന്നെ ഞാൻ പഠിപ്പിക്കണോ? സർക്കാരിന്റെ അല്ല എല്ലാം. സർക്കാരിന്റെ പേരിൽ ഓരോ വകുപ്പല്ല ചെയ്തത്. ചെയ്തിട്ടുണ്ടോ നിങ്ങൾ എഴുതിക്കോ. ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഈ സംസാരിക്കുന്നതിന് തടസ്സപ്പെടുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് വെറുതെയാണ്, ഒരു വ്യാമോഹമാണ്, അബദ്ധമാണ് പറഞ്ഞേക്കാം. കേട്ടല്ലോ, അബദ്ധമാണ് ഈ കാണിക്കുന്നത്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ ചോദ്യമല്ല ചോദിക്കുന്നത്, അസംബന്ധമാണ് ചോദിക്കുന്നത്. കാരണം പാർട്ടിയാണ് നിർത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണയായാലും അല്ല എല്ലാവരും കവർ ചെയ്യുന്നതല്ലേ? ഇയാൾ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് 7 തവണ നിന്നാളിലും ബാധകമല്ല ഞാൻ പറയുന്നത്. പാർട്ടിയല്ല നിർത്തിയത്, അത് ചാടി കയറി നിൽക്കുന്നതല്ലല്ലോ. അത് പാർലമെന്റ് വ്യാമോഹമാണ്. പാർലമെന്റ് വ്യാമോഹമല്ല, അത് സർക്കാരിൻ്റെ ആണെന്നാണ് ഒരാൾ പറയുന്നത്. സർക്കാരിൻ്റെ എല്ലാം പിന്നെ ഞാനല്ല സർക്കാർ. PWD ഞാനാണ് സർക്കാർ. ക്യാബിനറ്റിൻ്റെ ബൈലവല്ലോ അറിയാം. ആ മന്ത്രിയാണ് സർക്കാർ ആ വകുപ്പിൽ. മനസ്സിലായോ? അല്ല എല്ലാവരോടും കൂടിയൊന്നല്ല. പാലാരിവട്ടം പാലത്തിൻ്റെ പാലം ഇവിടെ ഉണ്ടല്ലോ. ഒതുക്കി പഠിച്ചല്ലോ ഞങ്ങള്. ഒതുക്കി പഠിച്ചപ്പോൾ സർക്കാരിനെയാണോ പ്രതിയാക്കിയത്? മന്ത്രിയാക്കി അല്ലേ? അല്ലേന്ന് ഇതൊക്കെ പറഞ്ഞ പൊളിഞ്ഞില്ലേ? അങ്ങനെയാണ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തത്. ആ മന്ത്രിക്കാണ് ഉത്തരവാദിത്വം അല്ലേ? ഞാനാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് 3 മാസം. എൻ്റെ സുഹൃത്താണ്, പറഞ്ഞൊരു കാര്യമുണ്ടോ? അവിടെ ചോദിക്കുന്ന യുക്തിപൂർവ്വം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കുക. വിമർശിക്കുന്നതിന് തെറ്റില്ല. ചുമ്മാ ഇവിടെ വന്നിട്ട് കളിയാക്കി ഒരു പത്രസമ്മേളനം വഴിതിരിച്ചുവിടാണ് വന്നത്. നിങ്ങളൊക്കെ പാപ്പരായ പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരാണ്, പത്രപ്രവർത്തകർ. അത് പാടില്ല, നിങ്ങളെപ്പോലെ ഒരാൾ പാടില്ല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഒന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല, നിങ്ങൾ പറയിപ്പിച്ചതാണ്. ഇനി ഞാൻ ഒന്നും പറയത്തു. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഏത് സർക്കാർ? എന്ത് സർക്കാർ? ഞാനാണ് സർക്കാർ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ G. സുധാകരനാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കുതിച്ചുചാട്ടമുണ്ടാക്കിയത്. സർക്കാർ ഒന്നുമല്ല, ഞാനാണ് എന്നുകൂടി പറയുന്നുണ്ട് അദ്ദേഹം. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ നിലവാരം എവിടം വരെ എത്തി എന്നതാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചു പറയുന്നത്. അതോടൊപ്പം തന്നെ ചോദ്യങ്ങളോടുള്ള അസഹിഷ്ണുത അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ചോദ്യം ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുന്ന കാഴ്ചയാണ് കാണുന്നത്. ചോദ്യങ്ങൾ സഹിക്കുന്നില്ല എന്ന് വെച്ചാൽ ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായും പൊള്ളും. ആ പൊള്ളുമ്പോൾ അസഹിഷ്ണുത പുറത്തു ചാടുന്നു, യഥാർത്ഥ സ്വഭാവം പുറത്തു ചാടുന്നു. അതാണ് ഈ വാർത്താ സമ്മേളനത്തിൽ G. സുധാകരന്റെ വാർത്താ സമ്മേളനത്തിൽ മുഴുനീളം കണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും, VK ഇബ്രാഹിം കുഞ്ഞിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗിനകത്ത് എങ്കിലും സജീവ ചർച്ചയായി മാറും. മുസ്ലിം ലീഗ് നേതാക്കൾ ഇത് സംബന്ധിച്ച് മറുപടി പറയേണ്ടി വരും. മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ, അല്ലെങ്കിൽ മൗനമായിരിക്കും അവരുടെ മറുപടി. പക്ഷേ ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഘട്ടം വന്നാൽ മുസ്ലിം ലീഗിന്, UDFന്, കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കും മറുപടി പറയേണ്ടി വരും G. സുധാകരന്റെ ഈ വാക്കുകളോട്.